ഞാൻ എൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടത്തിലും കേട്ടിട്ടുള്ള ഒരു ഉപദേശമുണ്ട് കേട്ടോ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, എന്ത് വന്നാലും ധൈര്യത്തോടെ അങ്ങ് നേരിടണമെന്ന്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാത്രം കേട്ടിട്ടുള്ള ഒരു ഉപദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പല സന്ദർഭത്തിലും പലയിടത്തും പലരും ഈ ഉപദേശം കൊടുക്കുന്നതും വാങ്ങുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഈ ഉപദേശം തരുന്നത് കൊണ്ടോ, ഈ ഉപദേശം കൊടുക്കുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, ഈ ധൈര്യം എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകും, ഈ ധൈര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് ജനിക്കുമ്പോഴേ ഉള്ളൊരു സ്കില്ലാണോ, ഇങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ധൈര്യമായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആരും പറയാറില്ലല്ലോ എന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന ധൈര്യം എനിക്ക് എങ്ങനെ ഉണ്ടായി, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പഠിച്ചു, അതിന് ഞാൻ നേടിയെടുത്ത പാഠം എന്താണ്, അത് എൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റി എന്നതുമാണ് കേട്ടോ. ഈ ഉപദേശം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉപദേശം സ്വീകരിക്കുന്ന ആൾക്ക് അത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടോ, അവരതിന് പ്രാപ്തരാണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു കടമ. അത് പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ പല അനുഭവത്തിൽ നിന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും, ഈ ധൈര്യം, ഇമോഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരാളുടെ കേപ്പബിലിറ്റി, ഒരു പ്രശ്നത്തെ ഒരാൾക്ക് അതിജീവിക്കാനുള്ള കഴിവ്, ഇതൊക്കെ അയാൾക്ക് ഇൻബോൺ ആയിട്ട് ഉണ്ടായിരിക്കും. പലപ്പോഴും അതല്ല കേട്ടോ സത്യം. ഞാൻ ഇത് ചോദിച്ച പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കണോ, ഇതൊക്കെ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല, അതൊക്കെ അങ്ങ് തനിയെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ എന്ന്. അതങ്ങനെ പതിയെ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും നമ്മൾ ബോധപൂർവം എടുക്കുന്ന പല തീരുമാനങ്ങളിൽ നിന്നും, പല ചോയ്സസിൽ നിന്നും പതിയെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഈ ധൈര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവെന്ന് പറയുന്നത്. ഞാൻ മുന്നേ പല വീഡിയോയിലും പറഞ്ഞിരുന്നത് പോലെ തന്നെ കാനഡയിൽ ഞാനും വന്നത് ഒരുപാടേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. കാനഡ പോലൊരു വെസ്റ്റേൺ കൺട്രിയിൽ നമ്മൾ വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒക്കെ ആയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കഷ്ടപ്പാട് ഉണ്ടെന്നറിയും. പക്ഷെ കഷ്ടപ്പാടിന്റെ ഇന്റൻസിറ്റി എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. ഞാൻ കാനഡയിലോട്ട് വരുന്നു എന്ന് തീരുമാനം എടുത്തപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ ഒരുപാട് ഉപദേശിച്ചു കേട്ടോ. ഞാൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കൂല കാര്യങ്ങൾ, ഭയങ്കര അധികം കഷ്ടപ്പാടുണ്ടായിരിക്കും. ആ കഷ്ടപ്പാടെന്ന് പറയുന്നത് അതിജീവിക്കാൻ വളരെ അധികം പ്രയാസപ്പെടും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ വേണോ, ഉള്ളതുപോലെയൊക്കെ കാര്യങ്ങൾ മുൻപോട്ട് പോയാൽ പോരെ എന്ന്. അതെൻ്റെ അമ്മയുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് പറഞ്ഞതാണെങ്കിലും എനിക്കത് പോരായിരുന്നു കേട്ടോ. ഐ വാസ് അംബിഷ്യസ്, ഐ വാസ് ഡിറ്റർമിൻഡ്. എനിക്ക് എൻ്റെ ജീവിതം അങ്ങനെ പോയാൽ പോരാ, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. നമുക്ക് ഇത്രയൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ട്, നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയും, അത്യാവശ്യം നമുക്ക് നമ്മുടെ സ്കിൽ സെറ്റിൽ വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു വരും എന്ന് തന്നെ ഞാൻ അതിശക്തമായി വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നിറങ്ങി ആദ്യത്തെ 2-3 മാസത്തിൽ തന്നെ ഇവിടെ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വന്ന് സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമുക്ക് കൂടുതൽ വിശ്വാസ്യത അല്ലേ. കാരണം ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ നിസ്സാരമാണ്, നമുക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിൽ വായിച്ചതോ മനസ്സിലാക്കിയതോ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടതോ അതൊന്നും അല്ല കാര്യം എന്ന് പറയുന്നത്. ഇവിടെ വന്ന് റിയൽ ആയിട്ട് നമ്മൾ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു ഫീലിംഗ് ആണ് എന്ന് തിരിച്ചറിഞ്ഞതായിരുന്നു എൻ്റെ കാനഡയിലുള്ള ആദ്യത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ജോലി അന്വേഷിച്ച് നടന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കി, നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ നമ്മളുടെ കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റോ ഒന്നും ഇവിടെ ഒരു മാനദണ്ഡമേ അല്ല. ഇവിടെ നമ്മൾ ആരും അല്ല. അത് എത്രത്തോളം നമ്മളിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. നാട്ടില് എൻ്റെ എല്ലാ കംഫർട്ടിലും നിൽക്കുമ്പോൾ അതെനിക്കൊരു വലിയ പ്രശ്നമല്ലായിരുന്നെങ്കിൽ പോലും ഇവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ വലിയ വിഷയങ്ങളാണ്. കാരണം നമ്മുടെ മനസ്സിൽ അത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനത്തെ അവസരങ്ങളിലൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ചെറിയ ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളോട് പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ആരുമല്ല, ആർക്കും നമ്മൾ ആരുമല്ല
ഒന്നുമല്ല എന്ന് തിരിച്ചറിവ് നൽകുന്നൊരു വേദന എന്ന് പറയുന്നത് അത് പലപ്പോഴും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതും തളർത്തുന്നതുമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മള് പഠിച്ച പല കാര്യങ്ങളും തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് ശീലിച്ചു വന്ന പല കാര്യങ്ങളും ഇവിടെ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ മാറ്റി പഠിക്കണം, മാറ്റി ചിന്തിക്കണം, പുതിയ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നാട്ടില് പല കാര്യങ്ങളും നമ്മളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും നമ്മളുടെ കൈകളിൽ എത്തണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാട്ടില് ഞാൻ എത്ര പ്രിവിലേജ്ഡ് ആയിരുന്നു എന്ന്. ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും സ്വന്തമായിട്ട് അധ്വാനിക്കേണ്ടി ഇരുന്നില്ലാത്തത് കൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെയും ബുദ്ധിമുട്ടുന്നതിന്റെയും വില എന്താണെന്ന് വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല. നമുക്കായിട്ട് നമ്മൾ വഴി ഒരുക്കുമ്പോൾ അത് വളരെ അധ്വാനമേറിയ ഒന്നാണ്. ആ അധ്വാനത്തിന് വേണ്ടത് പലപ്പോഴും മോട്ടിവേഷൻ മാത്രമല്ല കേട്ടോ. മോട്ടിവേഷൻ വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. അതിന് വേണ്ടുന്നത് ഡിസിപ്ലിൻ ആണ് എന്ന് ഞാൻ തിരിച്ചറിയുമായിരുന്നു എൻ്റെ ആദ്യ ദിവസങ്ങളിൽ. ആദ്യമൊക്കെ ജോലി അന്വേഷിക്കുന്നതും അതിന് റിജക്ഷൻ വരുന്നതും വളരെ വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിലും പതിയെ പതിയെ ആ ഓരോ റിജക്ഷനും എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പേഴ്സണലായി ഞാൻ ആ റിജക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സ് അറിയാതെ തളരാൻ തുടങ്ങി. എവിടെയാണ് എൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചത് എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങളിൽ അപാകതയുണ്ട്, പക്ഷെ ആ അപാകതയുള്ള കാര്യങ്ങൾ എന്താണ് എന്നെനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഞാനൊരു ജോബ് ഇന്റർവ്യൂവിന് പോയത്. ഇവിടുത്തെ റെസ്യൂമേയിൽ നമ്മളൊരു എക്സിക്യൂട്ടീവ് സമ്മറി പ്രിപ്പയർ ചെയ്യുമല്ലോ. ആ സമ്മറിയിൽ ഞാൻ എഴുതിയിരുന്ന ഒരു വാക്കായിരുന്നു റെസിലിയന്റ് എന്ന്. ഞാൻ അന്ന് ഗൂഗിളിൽ കണ്ട ഏതോ ഒരു റെസ്യൂമേന്ന് ഞാൻ എഴുതിയതായിരുന്നു ആ വാക്ക്. അപ്പൊ അത് കണ്ടിട്ട് എന്നോട് ആ ഇന്റർവ്യൂവർ ചോദിച്ചു, വാട്ട് ഡിഡ് യു മീൻ ബൈ ബീയിങ് റെസിലിയന്റ്? എന്താണ് താങ്കൾ റെസിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. ആക്ച്വലി ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും ആ വാക്ക് എന്റെ തലയിൽ നിന്നു. ഞാൻ തിരികെ വന്ന് വീണ്ടും ഗൂഗിൾ ചെയ്ത് നോക്കി എന്താണ് ഈ റെസിലിയൻസ് എന്ന് പറയുന്നതെന്ന്. യൂണിവേഴ്സിറ്റി ഓഫ് മിനിസോട്ടയിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് നോർമൻ ഗാർംസി, അദ്ദേഹത്തിന്റെ 4 ഡെക്കേഡ് നീണ്ടു നിന്ന പഠനത്തിന്റെ ഒടുവില് കണ്ടെത്തിയ ഒരു സൈക്കോളജിക്കൽ ട്രേറ്റ് ആയിരുന്നു ഈ റെസിലിയൻസ് എന്ന് പറയുന്നത്. അതായത് അതിജീവനം. അതങ്ങ് അതിജീവിക്കണം എന്ന് പറയുമ്പോഴോ അതങ്ങ് ഓവർകം ചെയ്യണം എന്ന് പറയുമ്പോഴോ അത് വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്കില്ലാണ് എന്ന് നമ്മൾ പറയാൻ വിട്ടുപോകുന്നുണ്ട്. ഈ സ്കില്ല് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ സ്കില്ല് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിതത്തിലെ ഒരു പ്രതിസന്ധിക്ക് മുന്നിൽ നമ്മൾ തളർന്ന് മാറി നിൽക്കണോ അതോ ആ പ്രതിസന്ധിക്കെതിരെ നമ്മൾ പൊരുതി അതിനെ മറികടക്കണോ എന്ന് നമ്മളെ കൊണ്ട് തീരുമാനിപ്പിക്കുന്നത് നമ്മളിലുള്ള ഈ ഒരു സ്കില്ലാണ് റെസിലിയൻസ്. അതായത് നമ്മുടെ വ്യക്തി വികാസത്തിന്റെ ഏർലി സ്റ്റേജിന് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ പർട്ടിക്കുലർ സ്കില്ല് നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കപ്പെടുന്നതിൽ. പലപ്പോഴും ഗുഡ് ഗേൾ, ഗുഡ് ബോയ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്ത് സ്വഭാവ സർട്ടിഫിക്കറ്റും തന്ന് നമ്മളെ ഒരു ചെക്ക് ബോക്സിന്റെ ഉള്ളിൽ ഒതുക്കി കണ്ടീഷൻ ചെയ്ത് വളർത്തുമ്പോൾ നമ്മളുടെ റെസിലിയൻസ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് താരതമ്യേ കുറഞ്ഞിരിക്കും അല്ലാത്ത വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ഗുഡ് ബോയ്, ഗുഡ് ഗേൾ എന്ന് നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകി നമ്മുടെ ഉള്ളിലെ ധൈര്യത്തെ, റിസ്ക് എടുക്കാനുള്ള നമ്മളുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിനെ സൊസൈറ്റി മുളയിലെ നുള്ളിക്കളയാറാണ് പതിവെന്ന് ഞാൻ പതിയെ തിരിച്ചറിയുകയായിരുന്നു. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് വീട്ടിന്റെ ഉള്ളിലെ സേഫ് എൻവയോൺമെന്റില് കണ്ടീഷൻഡ് ആകും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും. അതിന് സ്ട്രീറ്റ് ഡോഗിന്റെ ഒരു സ്കില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയുന്നത് അവർ സ്ട്രീറ്റിൽ ജീവിക്കുമ്പോൾ അവരുടെ എൻവയോൺമെന്റ് അവരെ പാകപ്പെടുത്തുന്നത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ അതിജീവിക്കാനാണ്. പക്ഷെ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുട്ടി പെട്ടെന്ന് സ്ട്രീറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു എൻവയോൺമെന്റിൽ അവൻ ചിലപ്പോൾ സർവൈവ് ചെയ്ത് കൊള്ളണം എന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യവുമായിട്ട് അവൻ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നടക്കുന്ന ഓരോരോ പ്രതിസന്ധി അവൻ തരണം ചെയ്യുമ്പോൾ അവൻ പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് ഈ അതിജീവനം എന്ന് പറയുന്നത്. ആ ഒരു
ഒരു ധൈര്യം എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെന്ന് പറയുന്നത് പല പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ധൈര്യം എന്ന് പറയുന്നത്. നമ്മൾ പല കോൺഷ്യസ് ചോയ്സസും ഡിസിഷൻസും എടുക്കുമ്പോഴാണ് അതിന്റെ അനന്തര ഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വരും വരായികകൾ, അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനധൈര്യമാണ് അതെന്ന് പറയുന്നത്. അതിന് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം എന്നില്ല. നമ്മൾ വീക്ക് ആൻഡ് വൾണറബിൾ ആണെങ്കിൽ പോലും നമുക്ക് ആ മനോധൈര്യം ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനുള്ള മനോധൈര്യം തരുന്നതെന്നും ഞാൻ മനസ്സിലാക്കുമായിരുന്നു. ഞാൻ കാനഡയിൽ വന്നിറങ്ങി ആദ്യം ഉണ്ടായിരുന്ന ഊർജവും എല്ലാം പതിയെ പതിയെ എനിക്ക് എവിടെയോ നഷ്ടപ്പെടാൻ തുടങ്ങി. ഇവിടെ ആരുമല്ല എന്ന തിരിച്ചറിവ്, എനിക്ക് പരിചയമുള്ള, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോലും ഇല്ല, എന്റെ ഭാഷ സംസാരിച്ച് ആശ്വസിപ്പിക്കാൻ പോലും ഇവിടെ ആരും ഇല്ല എന്ന തിരിച്ചറിവെന്ന് പറയുന്നത് നിരാശജനകമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെ എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, അപ്പയും അമ്മയും പറഞ്ഞത് കേട്ട് നാട്ടിൽ നിന്നാ മതിയായിരുന്നു, എന്തിനാണ് ഇങ്ങോട്ട് ഞാൻ പോകുന്നത്? എന്റെ തീരുമാനത്തെ ഒരു 100 തവണ 100 ആവർത്തി ഞാൻ തന്നെ ചോദ്യം ചെയ്യുമായിരുന്നു. എനിക്കറിയുന്ന മുഖങ്ങളില്ല, ഞാൻ സംസാരിക്കുന്ന ഭാഷയില്ല, എല്ലാം പുതുമയും ഓരോ പുതിയ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സോ എന്റെ റെസ്യൂമെയോ ഞാൻ ഇതുവരെ ലൈഫിൽ നേടിയ അച്ചീവ്മെന്റ്സോ ഇവിടെ ഒന്നും അല്ല. ആ തിരിച്ചറിവ് പതിയെ നിരാശയായി, അത് പിന്നെ ദേഷ്യമായി, അത് പിന്നെ നിസ്സഹായതയായി മാറി. ഞാൻ എന്നൊരു വ്യക്തി ഈ കാനഡ എന്ന മഹാസമുദ്രത്തിലെ വെറും ഒരു തുള്ളി മാത്രമായിരുന്നു എന്ന് ഞാൻ പതിയെ മനസ്സിലാക്കി. ഇവിടെ എന്റെ സ്ഥാനം എന്താണ് എന്ന് ഞാനൊരു 100 ആവർത്തി എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. എന്റെ ചുറ്റും സംഭവിക്കുന്ന ഒന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ ഞാൻ നിന്ന് ആലോചിക്കണോ, അതോ എന്റെ ചുറ്റും ഓടുന്ന മനുഷ്യർക്കൊപ്പം ഞാനും ഓടണോ? അങ്ങനെ എനിക്ക് മാനസികമായി സംഭവിക്കുന്ന പല പിരിമുറുക്കങ്ങളുടെയും കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും ഇവിടെ നിലനിൽക്കണമെങ്കിൽ കാശ് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ എന്നെ നിലനിർത്താനായിട്ട് ഇവിടെ വന്നെത്തിപ്പെടുന്ന പലരും ചെയ്യുന്നത് പോലെ തന്നെ പല പാർട്ട് ടൈം ജോബ്സും ഞാനും ചെയ്യാൻ തുടങ്ങി. കാഷ്വൽ ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ്സിന് നമ്മൾ വിളിച്ചാൽ പോലും പലപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല. എനിക്ക് വളരെയധികം ക്യാഷിന് ഷോർട്ടേജ് വന്നൊരു സമയത്ത് എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു കേട്ടോ. ഒന്നെന്ന് പറയുന്നത് എന്റെ അമ്മയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റ് മുൻപോട്ട് പോകുന്നുണ്ട്. അവരുടെ റിട്ടയർമെന്റ് ഫണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. വീട്ടിൽ ഇനിയും പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഇത്രയും വളർന്ന എനിക്ക് എന്റെ സ്വന്തം കാലിൽ ഇനിയെങ്കിലും നിൽക്കാൻ പഠിച്ചേ മതിയാകുള്ളൂ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. വീട്ടിൽ ഒറ്റ കുട്ടി ആയിരുന്നത് കൊണ്ട് തന്നെ സ്നേഹം ഉണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെയും എന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ കുറിച്ച് വളരെ വലിയ വ്യാകുലതകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ ഒരു കാര്യവും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ വളരെയധികം അലട്ടിയിരുന്നു. എന്റെ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. എന്റെ അമ്മ ഇപ്പോഴും നമ്മള് റീൽസിലൊക്കെ കാണുന്നത് പോലെ വളരെ കൂളായിട്ടുള്ള ഒരു അമ്മയായിരുന്നില്ല. ഒരു സാധാരണക്കാരിയായ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു. എന്റെ അമ്മയ്ക്ക് നമ്മുടെ ഈ പാർട്ട് ടൈം ജോബ് കോൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് അമ്മയ്ക്ക് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയൂല. അത് എൻ്റെ അടുത്തുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാട്ടാണ് കേട്ടോ. നമ്മുടെ ആരാണെങ്കിലും അവര് കഷ്ടപ്പെടുന്നു എന്ന് കാണാൻ നമുക്ക് ഇഷ്ടമല്ലല്ലോ. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് നമ്മൾ വിഷമിക്കുന്നതും കഷ്ടപ്പെടുന്നതും കാണാനും ഇഷ്ടമല്ല. എൻ്റെ അമ്മയായിട്ട് പല രീതിയിൽ നടന്നിട്ടുള്ള ഫൈറ്റ്സ്, ആ ഒരു മിഡ് ലൈഫിൽ നമുക്ക് നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഫൈറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാനഡ വരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ എനിക്ക് പിന്നെയും അത് പറഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഞാൻ തന്നെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളത് എൻ്റെ മസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു അഡ്ഹോക്ക് ആയിട്ടുള്ളൊരു ജോബിന് പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ട വ്യക്തിയായിരുന്നു ആയിഷ എന്ന് പറയുന്നത്. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആയിഷയുടെ ഒപ്പം ആ ക്ലീനിങ് ജോബിന് പോയി. എന്തുകൊണ്ടോ എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ അതോ എൻ്റെ പണിയിലെ ആത്മാർത്ഥത കണ്ടിട്ടാണോ എന്നറിയില്ല, എനിക്ക് ടൈം ഉള്ളപ്പോഴൊക്കെയും ആയിഷേനെ കോണ്ടാക്ട് ചെയ്തോളാൻ പറഞ്ഞു. അതെനിക്ക് വലിയൊരു സഹായമായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എവിടെയൊക്കെയോ എനിക്ക് വിഷമവും തോന്നുന്നുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് വീട്ടിൽ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും ഒക്കെ ഉണ്ട്, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ക്ലീനിങ് ജോബാണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടല്ലേ? എൻ്റെ
വീട്ടിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എങ്ങനെ എടുക്കും എന്നൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അലട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആയിഷേനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പതിയെ ഞങ്ങള് മാത്രമുള്ള ജോലി സാഹചര്യങ്ങളിൽ മുറി ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ജീവിത കഥകൾ കൈമാറാൻ തുടങ്ങി. അങ്ങനെ ആയിഷയുടെ ജീവിത കഥയെന്ന് ഞാൻ മനസ്സിലാക്കി പുള്ളിക്കാരത്തി തന്റെ 15ാമത്തെ വയസ്സിൽ വിവാഹിതയായെന്നും അതില് ആയിഷയ്ക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ടെന്നും അവരുടെ നാട്ടില് യുദ്ധം നടന്നപ്പോഴത്തേക്കും ഇവിടെ റെഫ്യൂജി ആയിട്ട് വന്നെത്തിയതാണെന്നും ആയിഷയുടെ 2 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്നും ഒക്കെ ഞാനും എന്റെ കഥകള് ആയിഷയോട് പറഞ്ഞു. അങ്ങനെ ആയിഷയുടെ ഗുഡ് ബുക്സിൽ ഞാൻ ഇടം നേടി. എന്റെ വീട്ടില് എന്റെ പാർട്ട് ടൈം ജോബ്സിന്റെ കഥ ഞാൻ ഷെയർ ചെയ്യുന്നത് തീരെയും അവോയ്ഡ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്റെ ഡിസിഷൻ പിന്നെയും ഒരു തെറ്റായി എന്ന് ചൂണ്ടിക്കാണിച്ച് അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് തീരെയും ആ സമയത്ത് എടുക്കാൻ പറ്റാത്തൊരു സ്ട്രെസ്സായി മാറി. ഇതിനർത്ഥം എന്റെ വീട്ടിൽ എന്നോട് ആർക്കും സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നല്ല, ചില സമയത്ത് സ്നേഹം കൂടുതലും ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. എന്റെ അപ്പയുടെ അമ്മയുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരൊരിക്കലും എടുക്കാതിരുന്നതായിരുന്നു ഈ റിട്ടയർമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അതെടുക്കാൻ പാടില്ല എന്നുള്ളത് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു, നിബന്ധനയായിരുന്നു. പക്ഷെ ഞാൻ ഇത്ര അധികം വാശി പിടിക്കുന്നതും കരയുന്നതും സങ്കടപ്പെടുന്നതും കണ്ടിട്ട് എൻ്റെ അപ്പ എനിക്ക് വേണ്ടി അമ്മയോട് സംസാരിച്ച് മേടിച്ചു തന്ന കാശാണ് ഞാൻ ഇവിടെ എൻ്റെ പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കാശ് എന്ന് പറയുന്നത്. ഈ കഷ്ടപ്പെട്ട് തിരികെ വരുന്ന എല്ലാ രാത്രിയും ഞാൻ ചിന്തിക്കും, നാളെ ആകുമ്പോൾ വീട്ടിൽ വിളിച്ച് ഞാൻ പറയും എനിക്ക് നാട്ടിൽ തിരികെ പോകണം എന്ന്. പക്ഷെ രാവിലെ ആകുമ്പോൾ ആ തീരുമാനം ഞാൻ മാറ്റുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നതും ഈ റിട്ടയർമെന്റ് ഫണ്ട് തന്നെയായിരുന്നു കേട്ടോ. അത് അവരുടെ ലൈഫിൽ അവർക്ക് എത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരെനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്. ഇനിയും അത്രയും പൈസ അവർ സേവ് ചെയ്യണമെങ്കിൽ അവരുടെ പ്രായം, അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യം അതിനൊരിക്കലും അനുവദിക്കൂല എന്ന് അന്നേരത്തെ ഒരു ചെറിയ ഇടവേളയിൽ തന്നെ തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് പതിയെ ഉണ്ടായി തുടങ്ങി കേട്ടോ. അങ്ങനെ ആയിഷ പറഞ്ഞ ജീവിത കഥയെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരത്തിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്ത് ഇംഗ്ലീഷ് പോലും അറിയാതെ യാതൊരുവിധ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ യാതൊരുവിധ ബാക്കപ്പോ യാതൊന്നും കയ്യിലില്ലാതെ 2 മക്കളുമായിട്ട് ഇവിടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ വന്ന ആയിഷയുടെ മനോധൈര്യത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. അവരുടെ ആ മനോധൈര്യം, അവരുടെ ആ ഡെഡിക്കേഷൻ അതെന്നെ വല്ലാതെ ആകർഷിക്കാൻ തുടങ്ങി. ഞാൻ ജീവിതത്തെ പുതിയൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങുകയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടോ. അവര് ജീവിതത്തോട് കാണിക്കുന്ന ആ ഒരു ആവേശം, ജീവിതത്തോട് കാണിക്കുന്ന ആ ഒരു പ്രതീക്ഷ, ഇതെല്ലാം എന്നെ വളരെയധികം ചിന്തിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനത്തെ കാഷ്വൽ പാർട്ട് ടൈം ജോബ്സിൽ പോകുമ്പോൾ പല സാഹചര്യത്തിൽ നിന്ന് വന്ന പല ആൾക്കാരെയും കാണാനും പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും തുടങ്ങി. ഈ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ അറിയാതെ എനിക്ക് എൻ്റെ മനസ്സിനൊരു മനസമാധാനം ലഭിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം യാതൊരുവിധ ജഡ്ജ്മെന്റും ഇല്ലാതെ, യാതൊരുവിധ ഈഗോ ഇല്ലാതെ താൻ കടന്നു പോകുന്ന പ്രശ്നം എന്തോ വേറൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സമാധാനം എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുകയായിരുന്നു. ജീവിതത്തിലെ തകർച്ചകളെയും നഷ്ടപ്പെടലുകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കണം എന്ന വാശിയോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ ജീവിതം നയിക്കുന്നവരായിരുന്നു അവരിൽ പലരും. അങ്ങനെ അത്രയും നാളും ചിലപ്പോൾ കംഫർട്ട് സോണിലായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, മങ്ങിയിരുന്ന കാഴ്ചയിൽ ഞാൻ കാണാതിരുന്ന പല മുഖങ്ങളും എൻ്റെ മുന്നിൽ പെട്ടെന്ന് വേറൊരു ആംഗിളിൽ തെളിയാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി. എനിക്കറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ 36ാമത്തെ വയസ്സിലാണ് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. മുടിയൊക്കെ കൊഴിഞ്ഞ് ഒരു നെഞ്ച് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. എല്ലാ കാര്യത്തിനോടും എൻ്റെ അമ്മ സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തു. എൻ്റെ അമ്മയുടെ രൂപം തന്നെ മാറിപ്പോയി. പക്ഷെ ഇതൊന്നും എൻ്റെ അമ്മേനെ തളർത്തിയില്ല. എൻ്റെ അമ്മ അത് കഴിഞ്ഞും ജീവിതത്തെ വളരെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ ആ ഒരു പ്രതീക്ഷയും ആഗ്രഹവുമാണ് എന്നെ ഈ കാനഡ വരെ എത്തിച്ചതും. എൻ്റെ അപ്പ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. എപ്പോഴും വിജയം മാത്രം ഉണ്ടായിരുന്ന ഒരു ബിസിനസ് ആയിരുന്നില്ല ഞങ്ങളുടേത്. പല പ്രാവശ്യവും വിജയവും പരാജയവും ഇടകലർന്ന ഒന്നായിരുന്നു. എൻ്റെ അപ്പയുടെ ബിസിനസിന്റെ നേച്ചർ കൊണ്ട് ഞങ്ങൾക്ക്
ഉണ്ടാകുന്ന ലാഭം പോലെ തന്നെ അതേ ഭീമാകാരമായിരുന്നു നഷ്ടങ്ങളും. പലപ്പോഴും എൻ്റെ അപ്പയുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ അപ്പയെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്, വേറെന്തെങ്കിലും ചെയ്തുകൂടെ എന്ന്. എൻ്റെ അപ്പ 14-ാമത്തെ വയസ്സ് തൊട്ട് തന്റെ സ്വന്തം പാഷനിൽ തുടങ്ങിയ ഒരു കാര്യമാണ് ആ ബിസിനസ് എന്ന് പറയുന്നത്. എൻ്റെ അപ്പയ്ക്ക് അത് ചെയ്യുന്നതായിരുന്നു ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ പല തകർച്ചയ്ക്കൊടുവിലും എൻ്റെ അപ്പ പിന്നെയും കാശ് സേവ് ചെയ്ത് തിരികെയും ആ ബിസിനസ്സിൽ തന്നെ പോകുമായിരുന്നു. അങ്ങനെ പല നഷ്ടങ്ങളും സംഭവിച്ചുവെങ്കിലും എൻ്റെ അപ്പയും ഒരിക്കലും തളർന്ന് പിന്മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുവരയ്ക്കും. പല പ്രാവശ്യവും ജീവിതത്തിന്റെ താഴ്ചകളിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക നഷ്ടത്തിനൊന്നും എൻ്റെ അപ്പയുടെ ആർജവത്തെയോ ആവേശത്തെയോ ദീർഘവീക്ഷണത്തെയോ തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു വ്യക്തിയാണ് എൻ്റെ കുഞ്ഞ. ജീവിതത്തിന്റെ ഏറ്റവും ചെറിയൊരു പ്രായത്തില് ഒരു ഫെയിൽഡ് മാരേജ് എന്ന് പറയുന്നത് വലിയൊരു സൊസൈറ്റിയൽ ഇഷ്യൂ ആയിരുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു മാരേജ് ഫെയിലിയർ കൊണ്ട് മാത്രം താൻ ഡിഫൈൻഡ് അല്ല, താൻ ഡിഫൈൻഡ് ആകൂല എന്ന് പറഞ്ഞ് ജീവിതത്തെ വളരെ ധൈര്യത്തോടെ മുൻപോട്ട് നീക്കിയ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ കുഞ്ഞ എന്ന് പറയുന്നത്. ഇവർക്കൊന്നും തന്നെ വളരെ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഇവർക്കൊക്കെയും പ്രതിസന്ധികൾ വന്നപ്പോഴും ഇവരൊക്കെയും കരഞ്ഞു. പക്ഷെ ആരും പിന്മാറിയില്ല. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികളില് അവരെ തന്നെ വിക്ടിമൈസ് ചെയ്തില്ല. ആ പ്രതിസന്ധിയുടെ തളർച്ചയില് അവർ കംഫർട്ട് കണ്ടെത്തിയില്ല. അതിനു പകരം മറ്റാരെയും പഴിക്കാതെ, ആരും തങ്ങളുടെ സഹായത്തിന് എത്തും എന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കാതെ അവര് തങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഓരോരോ ചുവടുകളായിട്ട് മുന്നോട്ട് വെക്കുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതവർ ശക്തരായതുകൊണ്ടോ ധൈര്യശാലികളായിരുന്നത് കൊണ്ടോ അല്ല, അവർക്ക് തോൽക്കാൻ മനസ്സില്ലായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട്. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവരവരുടെ പ്രശ്നങ്ങളെ നേരിട്ടു. അങ്ങനെ പതിയെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഡെഡിക്കേഷന്റെ മുന്നിൽ, അവരുടെ ഡിറ്റർമിനേഷന്റെ മുമ്പിൽ തളരാൻ തുടങ്ങി. അതിനെ അവർ പതിയെ കീഴടക്കാൻ തുടങ്ങി. അവർ കരഞ്ഞില്ല എന്നല്ല, അവർ കരഞ്ഞിരുന്നു. അവർ വഴി അറിയാതെ നിന്നിട്ടുണ്ട്. പക്ഷെ തങ്ങള് തോൽക്കില്ല എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ പതിയെ ഇവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളെ വെച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതിനേക്കാളും ബെറ്റർ ആണ്. അവർക്കില്ലാതിരുന്ന പലതും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഭയപ്പെടുന്നു. എന്തിന്? അങ്ങനെ ഒരു ചിന്ത എനിക്ക് വരാൻ തുടങ്ങി. എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, എനിക്ക് ഇവിടുത്തെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയും. ഇപ്പോ ചിലപ്പോൾ എൻ്റെ ടൈം കറക്റ്റ് അല്ലായിരിക്കും, പക്ഷെ എന്നിട്ടും എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും ഇവിടെ നിലനിൽക്കാൻ ആണ് എൻ്റെ ഗോള് എങ്കിൽ അത് നിലനിൽക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഇപ്പൊ ദൈവം സഹായിച്ച് എൻ്റെ മുന്നിലുണ്ട്. എനിക്ക് പല കാര്യങ്ങളിലും അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആകെ ഞാൻ ഇവിടെ ചെയ്യേണ്ടത് എൻ്റെ മനസ്സിനെ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും എനിക്കിപ്പോ ധൈര്യമില്ല, പക്ഷെ ഞാൻ ചെയ്ത് നോക്കാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ആ പകുതി ചെയ്താൽ മാത്രമേ ദൈവത്തിന് തന്റെ പകുതി നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന് പോലും ചലഞ്ചസ് ഇല്ലേ ഫേസ് ചെയ്യാനായിട്ട്? അപ്പോ വെറും മനുഷ്യരായ നമുക്ക് ചലഞ്ചസ് ഇല്ലാത്ത ഒരു ലൈഫ് വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? നമ്മള് ആ ചലഞ്ച് നേരിടാനുള്ള അതിജീവനം അല്ലേ നമ്മളും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഈ റിസർച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, ഇവിടെ ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലെന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് എനിക്ക് ലാക്ക് ചെയ്യുന്നത് ഒരു ഇമോഷണൽ മസിലാണ്, ഈ റെസിലിയൻസ് എന്ന ഇമോഷണൽ മസിൽ. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പതിയെ തിരിച്ചറിഞ്ഞു, ഈ അതിജീവനം എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തില് മനുഷ്യനുണ്ടാകുന്ന ഒരു കാര്യമല്ല. അത് പതിയെ പതിയെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. പലപ്പോഴും നമ്മൾ ബോധപൂർവമായിട്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും, നമ്മൾ മേക്ക് ചെയ്യുന്ന പല ചോയ്സസും, നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന പല കംഫർട്ടും, അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ ചുറ്റും പലപ്പോഴും നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോബ്ലംസ് ആണ്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ പ്രോബ്ലംസിന്റെ ഇമ്പാക്റ്റും പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, സൊല്യൂഷൻ.
സൊല്യൂഷൻ. പലപ്പോഴും നമ്മളെ ഉപദേശിക്കുമ്പോൾ നമ്മൾക്ക് തരുന്ന സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടോ എന്ന് ഉപദേശിക്കുന്നവരും ചിന്തിക്കാറില്ല. ഉപദേശം സ്വീകരിക്കുന്ന നമ്മളും പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ അസ്യൂം ചെയ്യും ഇതൊക്കെ എല്ലാവരിലും ഉള്ള ഒരു സ്കില്ലാണെന്ന്. പക്ഷേ നമ്മൾ ഹ്യൂമൻസ് പലപ്പോഴും പല രീതിയിലുള്ള ആൾക്കാരാണല്ലേ. അങ്ങനെ അസ്യൂം ചെയ്യാതെ നമുക്ക് ലാക്ക് ചെയ്യുന്ന സ്കില്ല് നമ്മൾ തിരിച്ചറിയുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മളെ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നമുക്ക് പല പ്രോബ്ലംസും ഉണ്ടാകും. പ്രോബ്ലംസ് ഇല്ലാത്ത യാതൊരു മനുഷ്യനും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിനും ഉണ്ട് ദൈവത്തിൻ്റെതായ ചലഞ്ചസ്. അന്നേരം നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഓക്കെ, ആ പ്രോബ്ലംസ് ചിലപ്പോൾ നമ്മളെ വിഷമത്തിലാക്കും, നിരാശയിലായി ആക്കും, നമുക്ക് വളരെ ആങ്സൈറ്റിയും ഓവർവെൽമിങ്ങും ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. നമുക്ക് തോന്നുന്ന ഇമോഷൻ എന്തോ അത് നമ്മൾ തിരിച്ചറിയുക, അതിനെ വാലിഡേറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക, ഈ പ്രോബ്ലം എനിക്കിപ്പോൾ ഉണ്ടായി, പക്ഷെ ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം ഇനിയും മുന്നോട്ടുണ്ട്. ആ മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ ഞാൻ ഇത് സോൾവ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടുന്ന സൊല്യൂഷൻ എന്താണ്, ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ആലോചിക്കുക അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന്. അങ്ങനെ ഓരോ സ്റ്റെപ്പും ആലോചിച്ച് മുന്നോട്ട് നീങ്ങുക. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ, ഞാനിത് തിരിച്ചറിഞ്ഞ ഉടനെ എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ശരിയായി എന്നല്ല, എൻ്റെ ജീവിതം അപ്പോഴും ചലഞ്ചിങ് ആയിരുന്നു. എൻ്റെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും എനിക്ക് അൺനോൺ ആയിരുന്നു. ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു, അവിടെ നിന്ന് കുറെ അധികം ആലോചിച്ചു അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന്. അടുത്ത സ്റ്റെപ്പ് എടുത്തു. ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത് ഞാൻ താഴേക്കായിരിക്കും പോകുന്നത്. ഞാൻ 10 സ്റ്റെപ്പ് ചിലപ്പോൾ മുൻപോട്ട് പോയിട്ട് തിരിച്ച് പിന്നെയും എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് തിരിച്ചെത്തുമ്പോൾ എനിക്കറിയാം ഈ 10 സ്റ്റെപ്പ് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന്. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാനും എനിക്ക് ഇത്രയും നടന്ന ആ 10 സ്റ്റെപ്പ് നടന്ന എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്. അതനുസരിച്ച് എനിക്ക് 11ാമത്തെ സ്റ്റെപ്പ് ഞാൻ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഗെയിം കളിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടില്ലേ, അതായത് നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോഴും നമുക്ക് ഫേസ് ചെയ്യാനുള്ള ചലഞ്ചിന്റെ ഇന്റൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ലൈഫിനെ ഞാനൊരു ഗെയിം ആയിട്ട് എടുക്കാൻ തുടങ്ങി. പലപ്പോഴും നമ്മൾ മസിൽ പിടിച്ച് എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അത് നമുക്കും ഒരു ബേർഡൻ ആണ്, നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരു ബേർഡൻ ആണ്. ചില സമയത്തൊക്കെയും ചില കാര്യങ്ങൾക്കൊക്കെയും ആ ഒരു മസിൽ പിടുത്തം വിട്ട് നമ്മൾ ലൈഫിനെ കുറച്ചും കൂടെ ഇങ്ങനെയുള്ളൊരു സ്പിരിറ്റിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് മുൻപോട്ട് ലീഡ് ചെയ്യാനുള്ളൊരു നമ്മുടെ ഉത്സാഹം അത് കുറച്ച് കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാശ് മുടക്കി ഈ കാനഡ വരെ വരണം എന്നില്ല ഈ പല പാഠങ്ങളും പഠിക്കാനും തിരിച്ചറിയാനും. എൻ്റെ ജീവിതത്തിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ കാനഡയിൽ വന്നപ്പോൾ പഠിച്ചു. ചിലപ്പോൾ ഇതേ തന്നെ കാര്യം എനിക്ക് നാട്ടിൽ നിന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചടുത്ത് മാറിയെങ്കിൽ പോലും ഇതൊക്കെ ഞാൻ പരിശീലിച്ചേനെ. പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ അന്നത്തെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നാട്ടിൽ അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ എനിക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരെ വേഗം വീട്ടിലേക്ക് തിരികെ പോയേനെ കേട്ടോ. ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത്ര വലുതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പാഠങ്ങൾ പഠിക്കാൻ ചിലപ്പോൾ ദൈവം വിചാരിച്ചിരുന്നൊരു പാത്ത് എന്ന് പറയുന്നത് ഇതായിരുന്നിട്ടുണ്ടായിരിക്കണം. ഓരോരുത്തരുടെയും പാത്ത് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഗെയിം ആണ് തന്നിരിക്കുന്നത്. ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പുള്ളി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് കാര്യം കൊണ്ടിട്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ വേറൊരാളെ കമ്പയർ ചെയ്തിട്ട് യാതൊന്നും നടക്കാനില്ല. ഇങ്ങനെ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ജീവിതത്തെ പുതിയൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസ് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം എൻ്റെ വീടല്ല, എൻ്റെ നാടല്ല, എൻ്റെ നാട്ടുകാരല്ല, ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആ വ്യത്യസ്തത എന്താണ് എന്ന് ഞാൻ ആദ്യമേ പഠിക്കണം. അതായത് ഒരു ഗെയിമിന്റെ റൂൾ അറിഞ്ഞാലല്ലേ നമുക്ക് ആ ഗെയിം കളിക്കാനും വിജയിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഞാൻ പതിയെ ആ ഒരു സ്പിരിറ്റിൽ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഇത്രയും മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നവരും തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് കീഴടങ്ങാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് എനിക്കും ജീവിതത്തെ ധൈര്യത്തോടെ നേരിട്ടുകൂടാ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. വരാൻ പോകുന്നത് എത്ര കഷ്ടപ്പാടാണെങ്കിലും ഞാൻ എൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കും എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ പുതിയ ശീലങ്ങളാകാൻ തുടങ്ങി. ഓക്കെ, നാട്ടിൽ ആ കാര്യം അങ്ങനെയാണ്, പക്ഷെ ഇവിടെ ഈ കാര്യം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പല
പുതിയ ശീലങ്ങളും ഞാൻ തുടങ്ങി. ഞാൻ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പല ചാലഞ്ചസും ഓക്കെ ദിസ് ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്, സംതിങ് ന്യൂ, ഓക്കെ ഇതിൽ നിന്ന് ഞാൻ ഈ കാര്യം പഠിച്ചു. അങ്ങനെ എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ അത് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി. വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ തന്നെ തോളിൽ തട്ടി അഭിനന്ദിക്കാൻ തുടങ്ങി. വെൽ ഡൺ ജ്യോതി. നമ്മളുടെ വിജയങ്ങളും പരാജയങ്ങളും ആഘോഷിക്കാനോ അതിൽ വിഷമിക്കാനോ നമ്മുടെ ചുറ്റും ആരുമില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ തുടങ്ങി. കാരണം ജീവിതത്തിൽ ഒരു ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാലഞ്ചസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രായമാകുന്ന പാരൻസിനും കഴിയൂല, നമ്മുടെ കൂടെയുള്ള ബന്ധുമിത്രാദികൾക്കും കഴിയൂല. കാരണം അവർ തന്നെ അവരുടെ ലൈഫിലെ ചാലഞ്ചസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള തത്രപ്പാടിലായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാള് നമ്മൾ മാത്രമാണ്. അങ്ങനെ കാനഡ മുന്നോട്ട് വെച്ച പല പാഠങ്ങളിൽ നിന്നും ഞാൻ അതിജീവനം എന്ന അധ്യായം പഠിക്കുകയായിരുന്നു. ആ ഒരു പാഠം എൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് തന്നെ ഉണ്ടാക്കി എന്ന് പറയാം. അതായത് പിന്നെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പഠിക്കുമായിരുന്നു. റിസ്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടിപ്പോയാൽ സംഭവിക്കുക? നമ്മൾ ആ കാര്യത്തിൽ പരാജയപ്പെടും അല്ലെ? പരാജയപ്പെടുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അത്രയും പ്രവൃത്തി പരിചയം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നേടുകയാണ് അല്ലേ? അത് തന്നെ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് അല്ലേ? മറ്റൊരാളുടെ കാര്യം നോക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നേടുന്ന ഒരു അറിവെന്ന് പറയുന്നത് വിലമതിക്കാനാകാത്ത ഒരു അറിവ് തന്നെയാണ്. ഒരു പാഠപുസ്തകത്തിൽ നിന്നും നമ്മൾ പഠിക്കാത്തൊരു അറിവ്. കാനഡയിലെ എൻ്റെ ആദ്യ ദിനങ്ങളിൽ എനിക്ക് പലതും നഷ്ടപ്പെടുകയായിരുന്നു. എൻ്റെ തെറ്റിദ്ധാരണകൾ, എൻ്റെ കംഫർട്ട് സോൺ, എൻ്റെ പഴയ പല ശീലങ്ങളും. അതിനൊക്കെയും പകരമായിട്ട് എനിക്ക് കാനഡ തന്നതോ എന്നെക്കുറിച്ച് തന്നെ വ്യക്തമായ ഒരു തിരിച്ചറിവ്. അതിൻ്റെ കൂട്ടത്തിൽ ഏതൊരു പ്രതിസന്ധിയിലും തളർന്നു പോകാതെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ എന്നെ പ്രാപ്തപ്പെടുത്തിയ അതിജീവനം എന്ന സ്കില്ലും. ഇതൊക്കെയും എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലരുടെയും യാത്രയെ വോയിസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ശരാശരി ഇമിഗ്രന്റിനെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫീലിങ്സ് ആണെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസസ് ആണെങ്കിലും പലപ്പോഴും ഒരു സിമിലർ പാത്തും ഒരു സിമിലർ ജേർണിയും ആണ്. അപ്പോൾ ഞാൻ ആരെങ്കിലും ആയതുകൊണ്ടോ അല്ല ഞാൻ ഇതൊക്കെയും ഷെയർ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ആ ജേർണിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ ഇവിടെ പുതുതായിട്ട് വന്നെത്തിപ്പെടുന്ന ഒരു വിത്താണ്. ഈ മണ്ണെന്ന് പറയുന്നത് നമുക്ക് അത്ര സുപരിചിതമല്ല. അപ്പോൾ ഈ മണ്ണിൽ നമുക്ക് വേരുറയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. നമുക്കും ഒരു സമയം ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക. നമുക്ക് വ്യക്തമായ ഒരു ഗോളുണ്ട്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാനും അധ്വാനിക്കാനും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടുന്ന രീതിയിൽ മാറിയേ തീരൂ. അതങ്ങനെയാണ്. അപ്പൊ അതിൽ വിശ്വസിക്കുക. അങ്ങനെ ജീവിതത്തെ അതിജീവിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ടൈമിലുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും കാണുന്നത് വരെയും ബൈ ബൈ. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ പീസ്ഫുൾ. ഇനിയും സന്ധിക്കും വരയ്ക്കും വണക്കം. ബൈ ബൈ.